ഇപ്പൊ മിക്ക പാരൻസും ചെറിയ പിള്ളേർക്ക് ടി.വി, മൊബൈൽ ഫോൺസ് ഒക്കെ വെച്ച് കൊടുക്കുന്നു. ഇതൊരു സ്പീച്ച് ഡിലേയ്ക്ക് കാരണമാവോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ ഈ സ്പീച്ച് പഠിക്കുന്നത് അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്നത് ചുറ്റുമുള്ള ഇൻട്രാക്ഷനിലൂടെയാണ്. അതെന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടി അവൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ട് ചുറ്റുമുള്ള മറ്റുള്ള ആളുകളുടെ കൂടെയുള്ള ഇൻട്രാക്ഷൻ ചെയ്യുമ്പോഴാണ് ഇവൻ ഓരോ വാക്കുകൾ പഠിക്കുന്നത്. നമ്മൾ ടി.വി കാണുന്നതിലൂടെ ഇവർക്ക് ഇൻട്രാക്ഷനാണ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസസ് കുറയും. അത് വളരെ പാസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരു ടു വേ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് വാക്ക് പഠിക്കാനോ തിരിച്ചൊരു ഇൻട്രാക്ഷനിൽ ഒരു വാക്ക് തിരിച്ച് പറയാനോ ഉള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ടി.വി പോലുള്ള കാര്യങ്ങൾ തീർച്ചയായും ചെറിയ കുട്ടികളിൽ ഒരു പരിധിവരെ സ്പീച്ച് ഡിലേക്ക് കാരണമാവുന്നുണ്ട്. ചില അമ്മമാര് കുറച്ച് സമയത്തിന് വേണ്ടി മാത്രം ടി.വിയോ ഫോണോ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കാറുണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ. അതൊരു അപകടമായ ഒരു കാര്യമാണോ? നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു സെൻസറി എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു ഫുഡിൽ പല രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ട്. അതിൽ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നുണ്ട്, അതിൻ്റെ ടെക്സ്ചർ വ്യത്യാസം വരുന്നുണ്ട്. ചിലത് ഗ്രെയിനി ഫുഡാണ്, ചിലത് സോഫ്റ്റ് ഫുഡാണ്, ചിലത് കുറച്ചുകൂടി ക്രഞ്ചി ആയിട്ടുള്ള ഫുഡാണ്. ഓരോ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ടി.വി വെക്കുമ്പോൾ ഇവൻ എന്താണ് കഴിക്കുന്നത്, ഇത് ഇനിയും ചെയ്യേണ്ടതാണോ, ഇത് ഗ്രെയിനി ആണോ, ഇത് പ്യൂരി ഫോം ആണോ, ഇതെല്ലാം മിസ് ഔട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ രുചി എന്താണ്, മധുരമാണോ എരിവാണോ, ഇതൊന്നും ഇവൻ അധികം നോട്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് വളരെ പാസീവ് ആയിട്ടുള്ള ഒരു കാര്യം വരും. അപ്പോൾ മീൽ ടൈമിൻ്റെ സമയത്തും ഫുഡ് കൊടുക്കുന്ന സമയത്തും ടി.വി ഒരു പരിധിവരെ എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ടത് ഒരു കാര്യം തന്നെയാണ്. ഏത് വയസ്സ് തൊട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സേഫ് പീരീഡ്? ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പീഡിയാട്രിക് ഗൈഡ് ലൈൻസ് അനുസരിച്ച് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു രീതിയിലുള്ള സ്ക്രീൻ ടൈം പാടില്ല, എക്സെപ്റ്റ് വീഡിയോ കോൾ. വീഡിയോ കോളിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ ടൈം ഒഴിച്ച് ടി.വിയിലാണെങ്കിലും ഫോണിലാണെങ്കിലും വേറെ ഏത് രീതിയിലുള്ള സ്ക്രീൻസും ഇവർക്ക് അലൗഡ് അല്ല. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു ദിവസം കൂടിയത് 1 മണിക്കൂറാണ് പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച്. അതും നമ്മൾ പാരൻസ് കൂടെ ഇരുന്നിട്ടുള്ള വ്യൂവിംഗ് ആണ് വേണ്ടത്. അതായത് പാസീവായിട്ടൊരു കുട്ടി ടി.വി ഇരുന്ന് കാണുന്നതിന് പകരം ഇടയ്ക്ക് ഇരുന്ന് ഒന്ന് പോസ് ചെയ്ത് ആ സ്ക്രീനിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വാക്കുകൾ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഒരു ഇൻട്രാക്റ്റീവ് രീതിയിലുള്ള സ്ക്രീൻ ടൈമാണ് ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ മാം സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇതിൽ കുട്ടികൾ കാണുന്ന കണ്ടന്റിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? കണ്ടന്റും ഒരു പരിധി വരെ ഒരു കാര്യമാണ്. കാരണം നമ്മൾ പൊതുവേ കുട്ടികൾ കാണുന്ന കാർട്ടൂൺ പോലത്തെ കാര്യങ്ങളിൽ ഒരുപാട് ഫാസ്റ്റ് പേസ്ഡ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡിൽ നടക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇവർ കാണുന്നത്. അങ്ങനെ ഫാസ്റ്റ് പേസിലുള്ളൊരു കാര്യം കാണുന്ന കുട്ടികൾക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് തോന്നും. അതായത് ഒരു കാർട്ടൂണിലെ ഫ്രെയിം പെട്ടെന്ന് മാറുന്നുണ്ട്. പകരം നമ്മളൊരു ബിൽഡിംഗ് ബ്ലോക്സ് കൊടുത്ത് അത് വെച്ച് കൊച്ചിൻ്റെ അടുത്ത് കളിക്കാൻ പറയുമ്പോൾ അത് ഓരോ ബിൽഡിംഗ് ബ്ലോക്സ് എടുത്ത് വെച്ച് അത് ടവർ പോലെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ കുട്ടികൾ പൊതുവേ ആ കാര്യത്തിലോട്ട് അധികം ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അവർക്ക് കൂടുതലും ഈ സ്ക്രീനിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന വീഡിയോസ് കൂടുതൽ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവെ കുട്ടികൾ കാണുന്നൊരു കാര്യമാണ്, അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. നോർമലി ഒരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അതിലിരുന്ന് കളിച്ച് ഒരു പോയിന്റ് വരെ അതിരുന്ന് കളിക്കുക എന്നുള്ളത് വരെ അവർക്ക് വളരെ ഒരു എഫോർട്ട്ഫുൾ ടാസ്ക് ആയിട്ട് തോന്നും. അപ്പം നമ്മൾ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് റീൽസ് 30 സെക്കൻഡിൻ്റെ റീൽസ് നമുക്ക് പെട്ടെന്ന് നമ്മൾ കാണും. പക്ഷെ ഒരു 3 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഒരു സിനിമ ചിലപ്പോൾ നമുക്ക് അത്രയും അറ്റൻഷൻ സ്പാൻ നമുക്കില്ല. അപ്പോൾ മുതിർന്നവർക്ക് അത് എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കുട്ടികൾക്കും ഇത് സ്ക്രീൻ അവരുടെ സ്വഭാവത്തിനെ ആണെങ്കിലും ബിഹേവിയേഴ്സിനാണെങ്കിലും എഫക്റ്റ് ചെയ്യുന്നത്.